കൊടംപുളി നിത്യോപയോഗ ശീലമാക്കിയവർ നമ്മുടെ ഇടയിൽ ധാരാളമാണ്. കൊടംപുളിയുടെ സംസ്കരണവും ഉണക്കുന്ന രീതിയും പലരും പല വിധത്തിൽ ചെയ്തു വരുന്നു. ഇതേക്കുറിച്ച് നന്നായി അറിവുള്ളവർ ആണ് കേരളത്തിലെ മിക്ക ഗ്രാമങ്ങളിലെയും കർഷകർ. കൊടംപുളിയുടെ വിശേഷങ്ങൾ പങ്കുവെക്കുവാനും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുവാനും ഇതിനെപ്പറ്റി അറിയുന്നവർ മുമ്പോട്ട് വരണം. നിങ്ങൾ എങ്ങനെയാണ് ഇത് ഉണക്കി സൂക്ഷിക്കുന്നതെന്നും ഉണക്കാൻ ഉപയോഗിക്കുന്ന രീതി എങ്ങനെയാണെന്നും കമൻറ്റിൽ രേഖപ്പെടുത്തുക. പൊണ്ണത്തടി കുറയുവാനും ചാടിയ വയർ കുറക്കാനും ഒരു ചുള കൊടംപുളി ഒരു ഗ്ലാസ് വെള്ളത്തിൽ തലേന്ന് തന്നെ ഇട്ട് വെച്ചേക്കണം. അത് അടുത്ത ദിവസം 2 ഗ്ലാസ് വെള്ളത്തിൽ ഈ കൊടംപുളി നന്നായി തിരുമ്മി പിഴിഞ്ഞ് ആ വെള്ളം നന്നായി തിളപ്പിച്ച് ഒരു 2.5 ഗ്ലാസ് ഒക്കെ ആവും വിധം തിളപ്പിച്ചിട്ട് ചൂടാറ്റിയിട്ടാണ് നമ്മളിത് കുടിക്കേണ്ടത്. ഇത് തയ്യാറാക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സ്റ്റീൽ പാത്രത്തിലോ മൺപാത്രത്തിലോ വേണം ഇത് തയ്യാറാക്കാൻ. ഇത് അടുപ്പത്ത് വെച്ച് നന്നായി വെട്ടി തിളപ്പിച്ച് അങ്ങനെ അത് കളർ ചേഞ്ച് ആയി വരും. ഇത് കുടിക്കുന്ന സമയം നമ്മൾ ആഹാരം കഴിക്കുന്നതിന് 1/2 മണിക്കൂർ മുമ്പ് വേണം ഇത് കഴിക്കാൻ. കൊടുമ്പുളിയിൽ അടങ്ങിയിരിക്കുന്ന ഹൈഡ്രോസിട്രിക് ആസിഡാണ് ശരീരഭാരം കുറക്കുവാൻ സഹായിക്കുന്നത്. ഒരു കുടംപുളി എടുത്ത് 4 പീസാക്കിയും നെടുകെ പിളർത്തി 2 പീസാക്കിയും ഉണക്കാനുള്ള കുടംപുളി തയ്യാറാക്കാം. ഓരോ ഇതളുകളായി എളുപ്പത്തിൽ വെയിലത്ത് ഉണങ്ങാൻ മാത്രം കുറേശ്ശെ ഇങ്ങനെ ചെയ്യുന്നവരുമുണ്ട്. അധികം ആളുകളും ചെയ്യുന്ന രീതി കൊടുംപുളി നെടുകെ ഛേദിച്ച് 2 പൊളിയാക്കി കമ്പിയിലോ കയറിലോ കോർത്ത് പുക കൊള്ളിക്കുന്ന രീതിയാണ്. അതാണ് ഏറ്റവും നല്ലത്. പുക കൊള്ളിച്ച് വേണം ഉണക്കാൻ. കറുത്ത നിറ പരുവമായാൽ എണ്ണ പുരട്ടി കേടുകൂടാതെ കുറേ കാലം ഉപയോഗിക്കാനാവും. കൊടുംപുളിയുടെ ആരോഗ്യ ഗുണങ്ങൾ വാതത്തെയും കഫത്തെയും ശമിപ്പിക്കുന്നു, ദഹനശക്തി വർദ്ധിപ്പിക്കുന്നു, ശരീരത്തിൻ്റെ ചുട്ടുനീറ്റൽ, ദാഹം എന്നിവക്ക് പരിഹാരമേകുന്നു. നമ്മൾ എല്ലാവരും കുടംപുളി എടുത്ത് കറിയിലിടാനെടുക്കും. എന്നാൽ ഇതിൻ്റെ സീഡ്സ് ആരും കറിയിലിടുന്നില്ല. ചിലർ കളയുകയുമാണ് ചെയ്യാറ്. പക്ഷേ അത് വെച്ചിട്ട് നമുക്ക് ഒരു അടിപൊളി സംഭവം ഉണ്ടാക്കാം. അതിൻ്റെ കുരു ഒക്കെ ഇങ്ങനെ അടർത്തിയെടുത്ത് അതിൻ്റെ ശേഷം കുറച്ച് മുളക് പൊടിയും കുറച്ച് ഉപ്പും ചേർത്ത് കൈകൊണ്ട് നന്നായി മിക്സ് ചെയ്ത് എടുക്കാം. എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കഴിക്കാനാവുന്നതാണ്. നല്ല ടേസ്റ്റ് ആയിരിക്കും. കത്തി കൊണ്ട് മുറിച്ച് ഉണ്ടാക്കുന്നത് അത്ര നല്ലതല്ല എന്നതാണ് വസ്തുത. അതിന് പല കാരണങ്ങളുമുണ്ട്. ഇരുമ്പ് വേഗത്തിൽ തുരുമ്പ് പിടിച്ച് കത്തി കേടുവരാനും സാധ്യത കൂടുതലാണ് എന്നതാണ് വസ്തുത. നിങ്ങൾ എങ്ങനെയാണ് ഇത് ഉണക്കി സൂക്ഷിക്കുന്നതെന്നും ഉണക്കാൻ ഉപയോഗിക്കുന്ന രീതി എങ്ങനെയെന്നും കമൻറ്റിൽ രേഖപ്പെടുത്തുമല്ലോ.